അമ്മ ഉച്ചയ്ക്ക് ഒഴിച്ചുകറിക്ക് എന്താ ഉണ്ടാക്കണ്ടേ? മോരുകറി, രസം, സാമ്പാർ, മീൻകറി. പെട്ടെന്ന് തീരുന്നത് ഏതാണോ അത് ചെയ്യാം. അതായത് പണി പെട്ടെന്ന് തീരുന്നത് ഏതാണോ അത് ചെയ്യാം. ഇപ്പൊ അച്ഛന് കാല് വയ്യാത്ത കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കേണ്ടി വരുമോ? കാല് വയ്യാത്തവർക്ക് പെട്ടെന്ന് സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാക്കാൻ പറ്റിയത്? അച്ഛന്റെ രീതി അമ്മയ്ക്ക് അറിയാൻ പാടില്ല, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അച്ഛന്റെ രീതി ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അച്ഛന് പ്രായമാകുമ്പോ ഓരോ സ്വഭാവം ഓരോ രീതിയിൽ. എന്റെ അമ്മോ, എന്താടാ തൈലെടുത്തൊന്നും തടവി കൊടുക്കാൻ പറഞ്ഞു. തടവി ആണോ? മിക്കവാറും ഒരു 4 റൗണ്ട് തടവേണ്ടി വരും. 5-6 റൗണ്ട് തടവി. അതെ, ഞാൻ ഇനി ഒരു സത്യം പറയട്ടാ. പറ. അതായത് ഈ സംഭവം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നവാസങ്ങളെ വിളിച്ചായിരുന്നു. അപ്പം നവാസങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. നവാസങ്ങൾ നമ്മുടെ മാർത്താണ്ഡ മേശരിയെ വിളിച്ച്. മേശരി പറഞ്ഞു പലക വീണെന്നുള്ളത് സത്യമാണ്, പക്ഷെ വീണ പലക നമ്മൾ ഈ സപ്പോർട്ടിങ്ങിന് വെക്കത്തില്ലേ, 1 അടി സ്ക്വയറിന്റെ, അതാണ് വീണത്. ഓ, എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ പറയാം 8 അടി 10 അടി എന്നൊക്കെയാണല്ലോ. 8 അടി 1 അടി. അച്ഛൻ പറഞ്ഞത് മൊത്തം കൈന്നിട്ടതാണോ എന്ന് എനിക്കിപ്പോ ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാണ്? അതല്ല ചേട്ടാ, അച്ഛനിപ്പോ ഇങ്ങനെ പ്രായമായി വരുവാണല്ലോ. അപ്പോ അമ്മ, അച്ഛനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംശയം അച്ഛന്റെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പൊ അച്ഛൻ മനഃപൂർവ്വം നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയുന്നതാണല്ലോ. ഐ മീൻ അറ്റൻഷൻ സീക്കിങ്. ഇതത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നും അല്ല. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നല്ലൊരു കാര്യമാണ്. നമ്മളെല്ലാരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സെന്നൊക്കെ പറയുന്നതേ. അധിക പ്രസംഗി ആരെ ശ്രദ്ധ പിടിച്ചു പറ്റാനാടി? നിന്റെ ശ്രദ്ധ എനിക്കാ ശ്രദ്ധ പിടിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. നിനക്കൊക്കെ എന്നെ നോക്കാൻ വയ്യ, അതാണ് അത് പറഞ്ഞു. ആദ്യം നോക്കാൻ വയ്യെന്നാ? നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം അസുഖങ്ങൾ വന്ന് എന്നിട്ട് ഇവിടെ എല്ലാരും ഈ പാറുവിനെ നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയത്. നീ വാർക്കരുത് എടി. എനിക്ക് എന്തെങ്കിലും വന്ന ഒരു തരിമ്പ് സ്നേഹമോ കയറി നടക്കൊണ്ടടി. ഒരു 1.5 അടി സ്ക്വയർ തടി പീസല്ലേ നിങ്ങളുടെ മുട്ടിൽ വീണുള്ളൂ, അതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കണോ? 1.5 അടി സ്ക്വയർ തടി പീസ് ആടാ ഇവിടുന്ന് നവാസിനെ വിളിച്ചത്? ആടാ അവൻ പറഞ്ഞ 1.5 അടിയാണെന്ന്. ഈ അപകടം നടക്കുമ്പോൾ അപകടം ഇല്ലായിരുന്നു. അത് ഞാൻ കിഴങ്ങനെ എങ്ങനെ അറിയാം? 8 അടി 1.5 അടി 10 അടി എങ്ങനെ അറിയാം? ഇങ്ങനെ മാറ്. ഞാൻ പറയട്ടാ, 1 അടി സ്ക്വയർ 1 അടി കനമുള്ള പീസാണെങ്കിൽ മുട്ടി വീഴുന്ന എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. 1 അടി സ്ക്വയർ 1 അടി കനോ? വെറുതെ തള്ളലാച്ചാ. തള്ളണോ? അവിടെ ഇരി, വയ്യാത്തറിയില്ലേ? അച്ഛാ, അവിടെ പോയി കിടക്കാം. കിടക്കാനാ? നടക്കാൻ വയ്യല്ലോ. ഞാൻ നടന്നോളാം. എന്താ എനിക്ക് ആരും സഹായം വേണം, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ അറിയാം. എനിക്ക് ആരുമില്ല സഹായത്തിന്. തൊട്ടു വരുന്നത് ഇവിടെ. ഇതിപ്പോ ഒരു അക്ഷരം ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയല്ലേ? അയ്യോ, എന്ത് കിടത്തോണത്? എണീപ്പിക്കടാ. അച്ഛ, ഇതെങ്ങനെ ഈ പൊസിഷനിലോട്ട് വന്നത്? അഹങ്കാരം കാണിച്ച് ഓടിയതല്ലേ. നമുക്ക് ആശുപത്രി പോവാം. നില്ല് വരട്ടെ. എടീ, ഒരുത്തൻ ചാവാൻ കിടക്കണ ആശുപത്രി പോവാന്ന് പറഞ്ഞപ്പോ നില്ല് വരട്ടെ എന്നാ? അയ്യോ, എനിക്ക് എല്ലാരും ഉണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ആരും ഇല്ലല്ലോ. പോയി